മസ്കറ്റിൽ നിന്ന് 30ഓളം കിലോമീറ്റർ അകലെയുള്ള വാദി കബീർ പ്രദേശത്ത് ഒരു പള്ളിക്ക് സമീപമാണ് വെടിവയ്പുണ്ടായത്. 5 സാധാരണക്കാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 3 അക്രമികളുമാണ് മരിച്ചതെന്ന് ഒമാൻ പോലീസ് സമൂഹമാധ്യമമായ എക്സിൽ വ്യക്തമാക്കി. മരിച്ചവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. സ്ഥലത്തെത്തിയ പോലീസ് തോക്കുധാരികൾക്ക് നേരെ വെടിയുതിർക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. പരിക്കേറ്റ 28 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 4 പേർ പോലീസ്, സിവിൽ ഡിഫൻസ്, ആംബുലൻസ് അതോറിറ്റി ഉദ്യോഗസ്ഥരാണ്. ആശുപത്രിയിലുള്ള പാകിസ്ഥാൻ സ്വദേശികൾ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഒമാനിലെ പാകിസ്ഥാൻ സ്ഥാനപതി ഇമ്രാൻ അലി അറിയിച്ചു. कोई लोग इंजर्ड हैं तो काइंडली आप भी सब्र का दामन हाथ से ना छोड़े. मैं भी हॉस्पिटल्स में गया था, 3-4 हॉस्पिटल्स में. अल्लाह के फजल से अभी तक जो मैंने इंजर्ड देखे हैं वो रिलेटिवली सेफ हैं, लेकिन अभी तक वो हादसाती सिचुएशन जारी है. പ്രദേശത്തെ സ്ഥിതിഗതികൾ പൂർണ്ണ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടാനില്ലെന്നും ഒമാൻ പോലീസ് വ്യക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങളോട് പോലീസ് അനുശോചനം രേഖപ്പെടുത്തി. ചികിത്സയിലുള്ളവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പോലീസ് പറഞ്ഞു. വെടിവെപ്പിന് പിന്നിൽ ആരാണെന്നും സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല. വെടിവെപ്പ് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെയോ മറ്റോ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഇത്തരക്കാർക്ക് 3 വർഷം തടവും 3000 റിയാൽ പിഴയും ലഭിക്കുമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.